എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ എക്കിമാരും ഡെക്കിമാരും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. എക്കിമാരു ദേഷ്യപ്പെട്ട് പറയും, നിന്റെ ഉള്ളിലുള്ള ആ ഡീമനെ അതിനെ എനിക്ക് കൊന്നേ പറ്റൂ. എനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം എനിക്ക് തിരികെ പിടിക്കണം. അതിന് എക്കിമാരു, ഒരു കാരണവശാലും ആ ഡീമനെ തകർക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എത്രയും വേഗം നിന്നെ ഞാൻ കൊന്നു തള്ളും. അങ്ങനെയെങ്കിലും മാത്രമേ ഞങ്ങളുടെ ക്ലാനിന് ഇനി രക്ഷയുണ്ടാകൂ എന്ന് പറഞ്ഞ് അവർ നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ കുഞ്ഞിക്കുതിര അതാണെങ്കിൽ എന്തോ ഒന്ന് സെൻസ് ചെയ്യാണ്. അത് സെൻസ് ചെയ്തതിനു ശേഷം മുൻപോട്ടേക്ക് പോകാൻ ശ്രമിക്കും. വേറൊരാള് അതിനെ പുറകിലേക്ക് പിടിച്ചു വലിക്കും. ജനങ്ങളാണെങ്കിൽ അതൊക്കെ കണ്ട് പരസ്പരം പറയും, മൃഗങ്ങൾക്ക് അപകട സൂചന വേഗം കിട്ടും. ഒരുപക്ഷെ ഇവിടേക്ക് ആ ഡീമൻ വരാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ വലിയ യുദ്ധം. സോ എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോകണം. അതിന് ബാക്കി എല്ലാവരും ഓക്കെ പറഞ്ഞ് അവരിപ്പോ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനുള്ള പ്ലാനിഡാണ്. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്യാപ്പിൽ ആ കുതിരയാണെങ്കിൽ കുതിര ഓടുകയാണ്. എന്തോ സംശയം തോന്നി അവര് അതിനെ ഫോളോ ചെയ്തു പോകും. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡൊറോറോയും എക്കിമാരുവിന്റെ അമ്മയും അവർ രണ്ടുപേരും ചേർന്ന് എക്കിമാരു അന്വേഷിച്ച് വരികയാണ്. കട്ട് ചെയ്ത എക്കിമാരു അവന്റെ സുപ്രീം പവറിലേക്ക് പോയി ഡെക്കിമാരുവിനെയും അവന്റെ അസിസ്റ്റൻസിനെയും കൊല്ലാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അവരുടെ ഫൈറ്റ് ഒക്കെ കണ്ട് നമ്മുടെ ഡൊറോറോയും എക്കിമാരുവിന്റെയും ഡെക്കിമാരുവിന്റെ അമ്മയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഡൊറോറോ ആണെങ്കിൽ എക്കിമാരുവെ തടയാനായിട്ട് അവിടേക്ക് ഓടും. അത് കണ്ട അപ്പാപ്പൻ ആള് ഡൊറോറോയെ വിളിച്ച്, ഒരു കാരണവശാലും ഇപ്പൊ അവിടേക്ക് പോകാൻ പാടില്ല. അവരുടെ കയ്യിൽ ഇട്ടുപോയ നീ ആരാണ് എന്താണെന്നൊന്നും നോക്കില്ല. അവർ നിന്നെ സ്ലൈസ് ചെയ്ത് കളയും. അവർക്ക് 4 പേർക്കും ഇപ്പൊ ഭയങ്കര പവറാണ്. അവരുടെ മുൻപിൽ പക മാത്രമേ ഉള്ളൂ. സോ ഒരു കാരണവശാലും നീ അവിടേക്ക് പോവരുത്. ഓൾറെഡി ആ ഡീമൺ ടെമ്പിളിലേക്ക് പോയതാണ്. അവിടെ എനിക്ക് ഒരു ഡീമന്റെ പ്രസൻസ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അവൻ അവസാനമായിട്ട് കിട്ടാനുള്ള ആ 2 ബോഡി പാർട്സ് അത് ഏതൊക്കെയാണ്? അതിൽ ഡൊറോറോ പറയും കണ്ണും കൈയും. ഓക്കെ, അപ്പൊ സംശയിക്കാനില്ല, എക്കിമാരുവിന്റെ കണ്ണും കൈകളും അത് ഈ ഡീമന്റെ കയ്യിലാണ്. ഇതിനെ കൊന്നാ മാത്രമേ അവനത് കിട്ടൂ. ഇവിടെ ആ കുതിരയാണെങ്കിൽ ഇപ്പൊ ഹ്യൂഗോയുടെ മേലേക്ക് എടുത്തു ചാടും. അപ്പൊ ആ കുതിരയുടെ കുഞ്ഞ് അതവിടേക്ക് ഓടി വരും. കുതിരയാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കുന്ന ഗ്യാപ്പില് ഹ്യൂഗോ ആ കുതിരയെ ആഞ്ഞു വെട്ടുകയാണ്. കാലിയിളകിയ കുതിര ഹ്യൂഗോയുടെ മുഖം കാട്ടിച്ചു പറിക്കും. അസിസ്റ്റന്റ് പെണ്ണാണെങ്കിൽ ആ കുതിരയെ വെട്ടാനായിട്ട് ഓടി വരും. അടുത്ത സെക്കൻഡ് ആ കുതിര അവളെ ചവിട്ടി തെറിപ്പിക്കും. പക്ഷെ ആ ഡീമനാണെങ്കിൽ വിടാതെ അങ്ങനെ വീണ്ടും ആ കുതിരയുടെ അടുത്തേക്ക് വന്ന് അതിന്റെ കഴുത്തിൽ കുത്തി ഇറക്കുക. അതിന്റെ കഴുത്തില് കത്തി കുത്തി ഇറക്കുകയാണ്. അത് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇടാതെ അതിന്റെ കുഞ്ഞിനെ അവസാനമായിട്ട് കാണും. അടുത്ത നിമിഷം ആ കുതിര അത് താഴെ വീണ് ചത്തുപോവാണ്. മറ്റൊരു ഭാഗത്ത് ഡെക്കിമാരു അവനാണെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. മറ്റൊരു ഭാഗത്ത് എക്കിമാരുവിനാണെങ്കിൽ അവന്റെ കൈകൾക്ക് വേദന എടുക്കാൻ തുടങ്ങും. എക്കിമാരുവിന്റെ 2 അസിസ്റ്റൻസിനെ കൊന്നതുകൊണ്ട് തന്നെ അവരുടെ കൈകള് അതിപ്പോ എക്കിമാരുവിന് തിരികെ കിട്ടാൻ പോവാണ്. അടുത്ത നിമിഷം ഡെക്കിമാരു ആണെങ്കിൽ ആ കത്തി എടുത്ത് എക്കിമാരുവെ വെട്ടാനായിട്ട് ഓടി അടുക്കും. എക്കിമാരുവിന് ഓൾറെഡി അവന് കൈ വന്നതുകൊണ്ട് തന്നെ ആ 2 സ്ക്വാഡും അവൻ കൈ കൊണ്ടായിരിക്കും പിടിക്കുക. കൈ മുറിഞ്ഞ് ആ സ്ക്വാഡിലൂടെ ഇപ്പൊ ചോര തുളുമ്പുകയാണ്. ഡൊറോറോയും എക്കിമാരുവിന്റെ അമ്മയും ഇതൊക്കെ കണ്ട് എക്കിമാരുവിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഉടനെ എക്കിമാരു അവൻ ആ സ്ക്വാഡ് 2ഉം അവന്റെ പുറകിൽ മറച്ചു പിടിക്കും. ഡെക്കിമാരു ആണെങ്കിൽ അമ്മയെ തടഞ്ഞു പറയും, അമ്മ മാറി നിൽക്ക്, ഇവനെ കൊന്ന് നമ്മുടെ ക്ലാനിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അടുത്ത നിമിഷം എക്കിമാരു ആണെങ്കിൽ ഉഷാറായിട്ട് ഓടുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ ഡെക്കിമാരു. ഇവിടെ എക്കിമാരു ആണെങ്കിൽ വീണ്ടും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എല്ലാ പാർട്സും തിരികെ കിട്ടിയതിനു ശേഷം ഈ ഒരു മനുഷ്യനായിട്ട് ജീവിക്കോ അതോ ഒരു ഡീമനായിട്ട് ജീവിക്കോ? എക്കിമാരുവിനാണെങ്കിൽ ആ ഒരു സംശയം അതങ്ങനെ മനസ്സിൽ പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മനുഷ്യനായാലും ഡീമനായാലും ഉറപ്പായാലും എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും തിരിഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങും. ഒരുപാട് ദൂരം ഓടിയ എക്കിമാരു സഡൻ ബ്രേക്ക് ഇട്ട് അങ്ങനെ ടേൺ ചെയ്ത് നിൽക്കും. അതിനുശേഷം ഡെക്കിമാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. എക്കിമാരുവിനാണെങ്കിൽ ഇപ്പൊ കൈകളിൽ ലഭിച്ചതുകൊണ്ട് തന്നെ അവന്റെ അറ്റാക്ക് അതിപ്പോ വേറെ റേഞ്ചിലായിരിക്കുകയാണ്. വമ്പ ഫോഴ്സിലും സ്റ്റൈലിലും ഒക്കെ ആ സ്ക്വാഡ്സ് കറക്കി ഡെക്കിമാരുവെ അറഞ്ച് പൊറഞ്ച് വെട്ടിയെറിയും. ഡെക്കിമാരുവിന്റെ ബോഡിയിലാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഒരുപാട് പരുക്ക് പറ്റി കഴിഞ്ഞു. ഡെക്കിമാരുവിന് മനസ്സിലാവും ഇനി ഇങ്ങനെ ഫൈറ്റ് ചെയ്താൽ അത് വലിയ അപകടമാണ്. എന്തെങ്കിലും ഒരു ട്രിക്ക് പ്രയോഗിക്കാം. ആ ട്രിക്കിലൂടെ എക്കിമാരു വീഴ്ത്തണമെന്ന് പറഞ്ഞ് ആദ്യം എക്കിമാരു ഓടിയതുപോലെ ഇപ്പൊ ഡെക്കിമാരു അവൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ആദ്യം എക്കിമാരു പിന്നാലെ ഓടി നിലവിളിച്ചു പറയും, ഡെക്കിമാരു മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നതാണ് നല്ലത്. എനിക്ക് നഷ്ടപ്പെട്ടത് അതെനിക്ക് തിരികെ വേണം. അത് നീ തിരികെ തരാൻ തയ്യാറായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നീയും എന്റെ വാളിന് ഇരയാവുമെന്ന് പറഞ്ഞ് അവനെ വിടാതെ ഫോളോ ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഡൊറോറോയെയും എക്കിമാരുവിന്റെ ഡെക്കിമാരുവിന്റെ അമ്മയെയും ആ ഗ്രാൻഡ് പേയും കാണിക്കും. അവരുടെ അടുത്തേക്ക് വില്ലേജിലുള്ളവർ വരികയാണ്. ഗ്രാമത്തിലുള്ളവർ മുഴുവനായിട്ടും ഇപ്പൊ ഏകദേശം എല്ലാ സ്റ്റോറിയും മനസ്സിലാക്കി കഴിഞ്ഞു. ഉടനെ അതിൽ ഒരുത്തം പറയും,
ഇക്കിമാരു അവൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ടല്ലേ ഇത്രയും കാലവും ഗ്രാമത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നത്. സോ അവൻ ഇനിയും സാക്രിഫൈസ് ചെയ്യണം. അവൻ ഡയബിന്റെ മകനല്ലേ, സോ തീർച്ചയായിട്ടും അവന് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. അത് കേട്ട് ഡൊറോറോ പെണ്ണ് അവൾ ടെൻഷനായി അവന്റെ നെഞ്ചത്തേക്ക് ചാടി വീഴാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കും. അവൻ ഇത്രയും കാലവും സാക്രിഫൈസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അവന്റെ എന്തെങ്കിലും പെയിൻ അത് നിങ്ങൾക്കറിയുമെന്നൊക്കെ ചോദിച്ച് ഡൊറോറോ ആണെങ്കിൽ അവനെ മാന്തി പറിക്കും. ഉടനെ എക്കിമാരുവിന്റെ അമ്മ അവര് പറയും, അതെ, സാക്രിഫൈസ് ചെയ്യണം. ഡൊറോറോ അല്ല, മറിച്ച് നമ്മൾ തന്നെ സ്വയം സാക്രിഫൈസ് ചെയ്യണം. അന്ന് എൻ്റെ മകന് പകരം ഞാനായിരുന്നു സാക്രിഫൈസ് ചെയ്തതെങ്കിൽ എൻ്റെ മകനെന്ന് ഹാപ്പി ആയിട്ട് ജീവിച്ചേനെ. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് വരാനായിട്ട് പാടില്ല. അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ ഡൊറോറോയ്ക്കും അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ പോരാടണമെന്ന് പറയും. അത് കേട്ട ജനങ്ങളും അത് എഗ്രി ചെയ്യും. അതെ, നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് സാമുറായ്സിന് മാത്രമല്ല നമുക്കും ഉണ്ട്. സോ ഒന്നിനെ പേടിച്ചും നമ്മൾ തിരിഞ്ഞോടാൻ പാടില്ല. ഇവർക്കെല്ലാവർക്കും ആ തിരിച്ചറിവുണ്ടാവും. പക്ഷെ തിരിച്ചറിവില്ലാത്ത ഡയബാണെങ്കിൽ സോൾജിയേഴ്സിനോട് വീണ്ടും വീണ്ടും മരണം വരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. മറ്റൊരു സോൾജിയർ ആണെങ്കിൽ ഓടി വന്ന് ഡെക്കിമാരുവിന്റെ കാര്യം അത് ഡയബിനോട് തുറന്നു പറയാണ്. ഡയബ് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. എനിക്ക് ശേഷം ഈ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ അവനാണ്. സോ അവന്റെ കാര്യം അതവൻ കറക്റ്റായിട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡെക്കിമാരു അവനിപ്പോ മാൻഷനിലേക്ക് വന്ന് അവിടെയുള്ളവരോട് എല്ലാവരോടും അവിടുന്ന് പോകാനായിട്ട് പറയും. ഇവിടേക്ക് ഒരു ഡീമൺ വരുന്നുണ്ട്, വലിയൊരു യുദ്ധം ഇവിടെ നടക്കാൻ പോവാണ്. സോ എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് പോകണം. അത് കേൾക്കേണ്ട താമസം അവിടെയുള്ളവരെല്ലാവരും അവിടുന്ന് പോവാണ്. അടുത്ത നിമിഷം ഡെക്കിമാരുവിന്റെ പിന്നാലെ ഓടി ഓടി എക്കിമാരു അവനും ഇപ്പൊ മാൻഷനിലേക്ക് എത്തും. അടുത്ത നിമിഷം വീണ്ടും നമ്മുടെ ചെക്കന്മാർ തമ്മിൽ ഉഷാർ ഫൈറ്റ്. എക്കിമാരുവിനാണെങ്കിൽ കണ്ണ് കാണാത്തോണ്ട് തന്നെ അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവന്റെ വാള് റോങ് ആയിട്ട് പല സ്ഥലങ്ങളിലും പോയി സ്റ്റക്കാവും. പക്ഷെ അല്പസമയം ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എക്കിമാരു തിരിച്ചറിയും. അതിനുശേഷം വളരെ തന്ത്രപരമായിട്ട് അവർ ഡെക്കിമാരുമായിട്ട് ഏറ്റുമുട്ടും. ഫൈറ്റിന്റെ ഇടയിൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വിളക്കുകളൊക്കെ തട്ടിമറിഞ്ഞ് ആ ഒരു മാൻഷൻ അത് മുഴുവനായിട്ട് കത്താനായിട്ട് തുടങ്ങും. മാൻഷൻ കത്തുന്നത് ലോങ് ഷോട്ടിൽ നിൽക്കുന്ന നമ്മുടെ ഡൊറോറോയും ക്വീനും കറക്റ്റായിട്ട് കാണും. ഡൊറോറോ ആണെങ്കിൽ എനിക്ക് എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് മാക്ഷൻ ലക്ഷ്യമാക്കി ഓടും. അത് കണ്ട ഇക്കിമാരുവിന്റെ അമ്മയും അവന്റെ പിന്നാലെ പോവും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇക്കിമാരുവിന്റെ അമ്മയെ തടയും. അതിനവര് പറയും, ഇല്ല, എനിക്ക് എന്ത് സംഭവിച്ചാലും അവരെ തടഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ് അവരിപ്പോ ആ മാക്ഷൻ ലക്ഷ്യമാക്കി നടന്നു പോവും. ഉടനെ ഗ്രാൻഡ് പേയും അവരോടൊപ്പം മാക്ഷനിലേക്ക് വരും. മറ്റൊരു ഭാഗത്ത് എക്കിമാരും ഡെക്കിമാരും അവർക്ക് രണ്ടുപേർക്കും ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ മാൻഷൻ കത്തിയെരിയുന്നത് പോലും ശ്രദ്ധിക്കാതെ മണിക്കൂറുകളായിട്ട് അവർ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ആ ഡോക്ടർ ആളാണെങ്കിൽ ശില പോലെ എന്തോ ഒന്നെടുത്ത് അക്കിമാരുവെ തേടി വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഡയബാണെങ്കിൽ ആളുടെ സോൾജിയേഴ്സിനൊക്കെ ഉപയോഗിച്ച് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വലിയൊരു യുദ്ധത്തിന് വേണ്ടി പോവാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യാനായി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.